ഏറെ പ്രതീക്ഷയോടെ കൊട്ടിഘോഷിച്ച് CPM തിരുവനന്തപുരം മേയറാക്കിയതാണ് ആര്യ രാജേന്ദ്രനെ. ആര്യ തിരുവനന്തപുരം മേയറായതോടെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന അപൂർവ നേട്ടമാണ് ആര്യയ്ക്കും തിരുവനന്തപുരത്തിനും സ്വന്തമായത്. മേയർ സ്ഥാനത്തേക്ക് പല പേരുകൾ ഉയർന്നിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായാണ് ആര്യ രാജേന്ദ്രന് നറുക്ക് വീണത്. യുവ വനിതാ നേതാവ്, പൊതുസമ്മതിയുള്ള മുഖം മേയറായി വരുന്നത്, അങ്ങനെ എല്ലാം പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് കരുതിയത്. എന്നാൽ ആര്യ രാജേന്ദ്രന് പ്രതീക്ഷിച്ചത്ര പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, തൊട്ടതെല്ലാം വിവാദമാവുകയും ചെയ്തു. മേയർ ആര്യ രാജേന്ദ്രന്റെ പല പ്രവർത്തികളും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം നഷ്ടമാകാൻ ഇടയാക്കുമോ എന്ന ആശങ്ക തലസ്ഥാനത്തെ പല CPM നേതാക്കൾക്കുമുണ്ട്. എന്നാൽ പരസ്യമായൊരു പ്രതികരണത്തിന് നേതാക്കൾ ആരും ഇതുവരെ മുതിർന്നില്ല. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി തുടങ്ങിയിരിക്കുന്നു. ഈ പോക്ക് പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കൈവിടുമെന്ന് CPMന് ഭയമുണ്ട്. ഉന്നത നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് കൊണ്ടാണ് ആര്യക്കെതിരെ പരസ്യ പ്രതികരണം നടത്താൻ പല നേതാക്കളും മടിക്കുന്നത് എന്ന സൂചനയും ചിലർ പങ്കുവെക്കുന്നുണ്ട്. ആര്യയെ മേയർ സ്ഥാനത്ത് നിന്ന് ഉടൻ മാറ്റണമെന്നാണ് ചില നേതാക്കളുടെ ആവശ്യം. മേയറെ മാറ്റിയില്ലെങ്കിൽ ഭരണം നഷ്ടമാകുമെന്ന ആശങ്കയാണ് ഈ നേതാക്കൾ പങ്കുവെക്കുന്നത്. എന്തായാലും ആര്യക്കെതിരെ CPM ജില്ലാ കമ്മിറ്റിയിൽ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. കോർപ്പറേഷൻ ഭരണവും ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേടും മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റവും ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനത്തിന് വിധേയമായി. KSRTC മേയർ വിവാദത്തിൽ ബസ്സിലെ മെമ്മറി കാർഡ് കിട്ടാത്തത് ഭാഗ്യമായി എന്നാണ് ജില്ലാ കമ്മിറ്റി അംഗം തുറന്നടിച്ചത്. മേയറും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും പക്വതയില്ലാതെ പെരുമാറിയെന്നാണ് വിമർശനം. മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതായിരുന്നു. പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവമതിപ്പുണ്ടാക്കി. മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നു. രണ്ടുപേരും പക്വത കാണിച്ചില്ല എന്നും മുതിർന്ന നേതാക്കൾ കുറ്റപ്പെടുത്തി. മേയറും കുടുംബവും നടുറൂട്ടിൽ കാണിച്ചത് ഗുണ്ടായിസമാണ്. ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നു എന്നും വിമർശനമുയർന്നു. വിമർശനം കടുത്തതോടെ ആര്യ രാജേന്ദ്രനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ആലോചന ഉയർന്നു. പിന്നീട് ആ തീരുമാനം തിരുത്തുകയായിരുന്നു. മേയർക്ക് ഒരു അവസരം കൂടി കൊടുക്കാമെന്നാണ് ഇപ്പോൾ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ആര്യ രാജേന്ദ്രന് തെറ്റ് തിരുത്താൻ പാർട്ടി ഒരവസരം കൂടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും മൂലം അധികാരം നഷ്ടമാകുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടിയുടെ ഈ ഇടപെടൽ എന്നാണ് വിവരം. മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന വിലയിരുത്തൽ കൂടി ഉണ്ടായതിനെ തുടർന്നാണ് ഒരവസരം കൂടി നൽകാനുള്ള ഈ തീരുമാനം. കോർപ്പറേഷൻ ഭരണത്തിലെ വീഴ്ചകൾ ജില്ലാ ഘടകം പ്രത്യേകം പരിശോധിക്കാനും ധാരണയായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതിരൂക്ഷ വിമർശനമുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്ക് പ്രവേശനമില്ല. സാധാരണ മനുഷ്യർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശനമില്ല. മുൻപ് പാർട്ടി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു. ഇപ്പോൾ അതിനും സാധിക്കില്ല. 3 മണിക്ക് ശേഷം ജനങ്ങൾക്ക് കാണാനുള്ള അനുവാദവും ഇപ്പോൾ ഇല്ല. മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഇരുമ്പുമറ തീർക്കുന്നത് എന്തിനെന്നും അംഗങ്ങൾ ചോദിച്ചു. റിയാസ് കടകംപള്ളി തർക്കത്തിലും ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനമുണ്ടായി. വികസന പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വിമർശനമുന്നയിച്ചാൽ അദ്ദേഹത്തെ കോൺട്രാക്ടറുടെ ബിനാമിയാക്കുന്നത് ശരിയാണോ എന്ന് ചിലർ ചോദിച്ചു. മന്ത്രി ജില്ലയിലെ പാർട്ടിയുടെ നേതാവിനെയും ജനപ്രതിനിധിയെയും കരിനിഴലിൽ നിർത്തി മാധ്യമങ്ങളിൽ വിവാദത്തിന് ഇത് വഴിമരുന്നിട്ടു എന്നും വിമർശനം ഉയർന്നു.